മദർ ഓഫ് ആൾ ഡീൽ അല്ലെങ്കിൽ എല്ലാ ഡീലുകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡീല് കഴിഞ്ഞ ദിവസം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അത് വാർത്തയിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ? സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 27 രാജ്യങ്ങളുള്ള ഒരു വലിയ സംഭവമാണ്. മീൻസ് ഒരു വലിയൊരു യൂണിയൻ. അവരുമായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു വാണിജ്യ കരാറിലേക്ക് ഏർപ്പെടാൻ പോവുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു കരാറിനെ ഇത്ര ലോകരാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേടിക്കുന്നത്, അല്ലെങ്കിൽ മദർ ഓഫ് ആൾ ഡീൽസ് എന്നൊക്കെ പറയുന്നതെന്ന് എന്താണ് കാര്യം എന്ന് നമുക്ക് നോക്കാം. സംഗതി വളരെ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ യൂറോപ്യൻ യൂണിയനിലെ ഇവരൊരു വലിയ സംഭവമാണ്. കാരണം നമ്മുടെ വേൾഡ് എക്കോണമിയുടെ GDP എടുത്താൽ അതിൽ 2ാമത്തെ സ്ഥാനത്ത് വരുന്ന ആൾക്കാരാണ് ഇവർ. കാരണം നമ്മുടെ ഇന്ത്യയുടെ കാര്യം അറിയാലോ, ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തി. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും കൂടെ ചേരുമ്പോൾ ഏകദേശം ലോകത്തിന്റെ 25% GDP, അല്ലെങ്കിൽ ലോക ജനസംഖ്യയുടെ ഒരു 1/4 ആൾക്കാർ, അല്ലെങ്കിൽ ജനസംഖ്യ, അല്ലെങ്കിൽ ഒരു ഏകദേശം 200 കോടി ആൾക്കാർ. ഇതുകൊണ്ടായിരിക്കാം മദർ ഓഫ് ആൾ ഡീൽ എന്നൊക്കെ പറയുന്നത്. ആയിരിക്കാം എന്നല്ല, ആണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2007 മുതൽ ചർച്ചകൾ ആരംഭിച്ചെങ്കിലും 2022 കോവിഡ് വരുന്നത് വരെ യാതൊരു വിധത്തിലുള്ള ഒരു നീക്കുപോക്കും ഈ കാര്യത്തിൽ ഉണ്ടായില്ല. 2022 കോവിഡ് വന്നതോടുകൂടി ലോകത്തിന്റെ വിപണിയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുകയും അതിനുശേഷം ഉക്രൈൻ, നമ്മുടെ റഷ്യ യുദ്ധങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെയും ട്രംപ് ഭരണത്തിൽ കയറുകയും താരിഫിൽ വൻ വർധനവ് കൊണ്ടുവരികയും ചെയ്തു. ഇത് ലോക മാർക്കറ്റിനെ കാര്യമായി അല്ലെങ്കിൽ സാരമായി ബാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയധികം ചർച്ചകൾക്ക് ഒടുവിൽ എത്തിയത് കൊണ്ടും ഇതിനെ മദർ ഓഫ് ആൾ ഡീൽസ് എന്ന് പറയപ്പെടുന്നു. ധാരാളം ചർച്ചകൾക്കൊടുവിൽ അവസാനം യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടു. ഞാൻ ഇന്നും അരി വാങ്ങി, സുലേഖയാണ് വാങ്ങിയത്. 55 രൂപ തന്നെയായിരുന്നു വില. സാധാരണക്കാരന് ഒരു പ്രയോജനവും ഇല്ല.